പയ്യന്നൂർ മോഡൽ ഫണ്ട് വെട്ടിപ്പ് കണ്ണൂരിലും നടന്നുവെന്നുള്ള വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. പാർട്ടി ഓഫീസ് ഫണ്ട് വെട്ടിച്ചെന്ന പരാതിയിൽ കണ്ണൂർ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറിക്ക് സ്ഥാനം പോയിരിക്കുന്നു. CPM ലോക്കൽ സെക്രട്ടറിയായ ഇ രമേശിന് എതിരെയാണ് പാർട്ടിയുടെ നടപടി ഉണ്ടായത്. ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് രമേശിനെതിരായ നടപടി. കോടിയേരിയുടെ പേരിൽ ഓഫീസ് പണിയാൻ സമാഹരിച്ച ഫണ്ടിൽ തിരിമറി നടത്തിയെന്നുള്ളതാണ് ഉയർന്നുവരുന്ന ആരോപണം. CK വിജയൻ വിവരങ്ങളുമായി ചേരുകയാണ്. CK, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. CPM നിലവിൽ തന്നെ പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് അതും കോടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചൊരു ഓഫീസിന്റെ പേരിൽ ഫണ്ട് വെട്ടിപ്പ് എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നത്. ആർക്കെതിരെയാണ് ആരോപണം? ആരൊക്കെ ഈ വെട്ടിപ്പിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ്, എപ്പോഴാണ് ഇങ്ങനൊരു കാര്യം പാർട്ടിയിൽ സംഭവിച്ചത്? ഒരേ സമയം സാമ്പത്തികവും സാമൂഹികവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയവും എന്തിന് ഒരു പരിധിവരെ വൈകാരികവുമായ ഒരു സംഭവം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം കോടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ കണ്ണൂർ ടൗൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഒരു കെട്ടിടവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഫണ്ട് വെട്ടിപ്പിൻ്റെ വിവരം പുറത്തു വരുന്നത്. ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി പിരിച്ചെടുത്ത പണം, അതോടൊപ്പം തന്നെ അതിനുശേഷം മറ്റ് രീതിയിൽ സമാഹരിച്ച പണം, അതിനുവേണ്ടി എടുത്ത ഭൂമി ഉൾപ്പെടെയുള്ള കെട്ടിടം, ഇതെല്ലാം തന്നെ തിരിമറി നടത്തി വലിയ രീതിയിൽ തിരിമറി നടത്തി എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. പാർട്ടി DC നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ പല രീതിയിൽ പലരിൽ നിന്നായി പാർട്ടിക്ക് പരാതികൾ ലഭിച്ചിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ടുള്ളത്. പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇവയാണ്. പാർട്ടി ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി എടുത്ത ഭൂമി ലോക്കൽ കമ്മിറ്റി സാധാരണ രീതിയിൽ അത് രജിസ്റ്റർ ചെയ്യാറുള്ളത് ദി സെക്രട്ടറി എന്ന് പറഞ്ഞാണ്. ആ പദവിയിലിരിക്കുന്ന ആളുടെ പേരിലാണ്. എന്നാൽ ഇപ്പോൾ ഈ സെക്രട്ടറി എന്നത് മാറ്റി ആ വ്യക്തിയുടെ പേരിൽ, അതായത് ഇ രമേശൻ എന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ പേരിൽ ആ ഭൂമി രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കുറ്റം കണ്ടെത്തിയിരിക്കുന്നത്. രണ്ടാമത്, അതിനുവേണ്ടി പിരിച്ച ഫണ്ടുകൾക്ക് കൃത്യമായ കണക്കുകൾ ഇല്ല എന്നുള്ളതാണ്. വ്യക്തികളിൽ നിന്ന് പിരിച്ചിട്ടുണ്ട്, സമ്മാന കൂപ്പൺ വഴി പിരിച്ചിട്ടുണ്ട്, കാഴ്ച എന്ന രീതിയിൽ ഒരു എക്സിബിഷൻ നടത്തി പിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കണക്കുകളൊന്നും തന്നെ വ്യക്തതയില്ല എന്നും കണ്ടെത്തിയിരിക്കുന്നു. 2 വർഷത്തിലധികമായി ഈ രീതിയിൽ പണം പിരിക്കുകയും കെട്ടിടം വാങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. ഇപ്പോൾ കെട്ടിടം വാങ്ങിയിരിക്കുന്നു, ഒരു വീടും പരിസരവുമാണ് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ആ കെട്ടിടം ഇപ്പോൾ ഈ രമേശൻ്റെ സ്വന്തം പേരിലാക്കി, ആ സ്വന്തം പേരിലാക്കിയ ഭൂമി ഉൾപ്പെടെയുള്ള കെട്ടിടം ബാങ്കിൽ പണയം വെച്ച് ഇപ്പോൾ ലോൺ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് ക്രമക്കേടുകൾ നടത്തിയിരിക്കുന്നു. അതിൽ സാമ്പത്തികമായ വലിയ രീതിയിലുള്ള കുറ്റകൃത്യം ചെയ്തതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് പാർട്ടി വിശദമായി പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള 2 അംഗ കമ്മീഷനെ വെക്കുന്നുണ്ട്. ഇന്നലെ ചേർന്ന യോഗത്തിലാണ്, ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് രമേശനെതിരെ നടപടിയെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ രമേശനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും അക്കാര്യം ഇന്ന് വിളിച്ചു ചേർത്ത ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതായത് ഈ വിവരങ്ങൾ ഇത് ആരുടെയൊക്കെ അറിവോടുകൂടിയാണ് ഈ നടപടി ഉണ്ടാകുന്നത്? നിലവിൽ തന്നെ ഇത്തരത്തിലുള്ള ഫണ്ട് തട്ടിപ്പ്, നേരത്തെ CK പറഞ്ഞ പോലെ ഇത് വൈകാരികവും കൂടിയായിട്ടുള്ള പ്രശ്നമാണ്, രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നമാണ്, സാമ്പത്തിക തിരിമറി അട്ടിമറിയാണ് നടക്കുന്നതെങ്കിൽ പോലും ആരുടെയൊക്കെ അറിവോടുകൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്? സ്വാഭാവികമായും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ അടുത്ത ബന്ധുവാണ് രമേശൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരനാണ്. അതുകൊണ്ട് ഏരിയ സെക്രട്ടറിക്ക് ഈ കാര്യം അറിയാം. മറ്റൊരു ഏരിയ കമ്മിറ്റി അംഗം ഇവർക്കൊപ്പം ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും രമേശൻ ഒറ്റയ്ക്കല്ല ഈ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നത് പ്രാഥമിക പരിശോധനയിൽ മനസ്സിലായിട്ടുണ്ട്. ഇനി വിശദമായ പരിശോധനയിൽ ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്ന കാര്യം കൂടി കണ്ടെത്തും. ഏതായാലും പയ്യന്നൂരിലെ പാർട്ടി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സാമ്പത്തിക ക്രമക്കേടിന് തൊട്ടു പിന്നാലെ ഈ രീതിയിൽ ഒരു സാമ്പത്തിക ക്രമക്കേട് കൂടി, ഒരു പാർട്ടി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ക്രമക്കേട് കൂടി വന്നത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിശദമായ പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ തന്നെ പാർട്ടിയുടെ ഈ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് പയ്യന്നൂരിൽ ഉണ്ടായ പ്രശ്നത്തെ തുടർന്ന് എല്ലാ ജില്ലകളിലും വിശദമായ പരിശോധന നടത്താൻ തീരുമാനിക്കുകയും അങ്ങനെ പരിശോധന നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കണ്ണൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് വേണ്ടി നിർമ്മിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മന്ദിരത്തിൻ്റെ പേരിലുള്ള ഈ തട്ടിപ്പ് പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്.
തീർച്ചയായിട്ടും ഈ കണ്ണൂരിലും ഫണ്ട് തട്ടി എന്നുള്ള വിവരം പുറത്തേക്ക് വരികയാണ്. സിക്ക് ഈ ഫണ്ട് എവിടെ നിന്ന് ഉണ്ടാകുന്നതാണുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പല ഫണ്ടുകളും പാർട്ടിയുടെ ഫണ്ട് എവിടെ നിന്നാണ്, അത് ബഹുജനങ്ങളുടെ ഭാഗത്തു നിന്നും പിരിച്ചെടുത്തിട്ടുള്ള ഫണ്ട് കൊണ്ടാണ് ഇന്നിപ്പോൾ ഉണ്ടാകുന്ന ഈ ഫണ്ടൊക്കെയും. അതാണ് ഇത്തരത്തിൽ തട്ടിയെടുത്തു എന്നുള്ള വിവരം വരുന്നത്. അതും CPM പോലൊരു പ്രസ്ഥാനത്തിൽ നിന്നും ഇങ്ങനെ തുടർച്ചയായി ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് പാർട്ടി എവിടെ ചെന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അതെ. ഇതിൽ പല രീതിയിലുള്ള ഫണ്ടുണ്ട്. കാരണം ഒന്ന്, പാർട്ടി അംഗങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണമുണ്ട്. രണ്ടാമത് കൂപ്പൺ വഴി ഈ പ്രദേശത്തുള്ള ഈ ലോക്കൽ കമ്മിറ്റിയുടെ പരിധിയിലുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ 500 രൂപയുടെ ഉൾപ്പെടെയുള്ള കൂപ്പൺ വഴി സമാഹരിച്ചിട്ടുണ്ട്. ആ കൂപ്പൺ നൽകി പണം പിരിക്കുമ്പോൾ നൽകിയ കരാറ് അതിൽ ഒന്നാം സമ്മാനമായി കാർ നൽകും എന്നതാണ്. അങ്ങനെ വലിയൊരു സമ്മാനത്തുക അല്ലെങ്കിൽ സമ്മാനം മുന്നിൽ കണ്ട് പലരും ഈ കൂപ്പൺ സ്വീകരിച്ചിട്ടുണ്ട്, പണം കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും നാളുകളായിട്ടും ആ കൂപ്പണിലൊരു നറുക്കെടുപ്പ് നടത്തുകയോ സമ്മാനം നൽകുകയോ ചെയ്തിട്ടില്ല. രണ്ടാമത്, ഈ വ്യക്തി സഹകരണ സംഘത്തിലെ പ്രധാനപ്പെട്ട ജീവനക്കാരനും അതോടൊപ്പം തന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്നു. ഈ ജീവനക്കാരനായിരുന്നു നേരത്തെ. അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച്, അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ സ്വാധീനം ഉപയോഗിച്ച്, ബാങ്കിലെ സെക്രട്ടറി കൂടിയായിരുന്ന സഹോദരിയുടെ സ്വാധീനം ഉപയോഗിച്ച് സഹകരണ ജീവനക്കാരിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. അതിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് വലിയ രീതിയിലുള്ള പണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ കാഴ്ച എന്ന പേരിൽ ഒരു പ്രദർശനം കണ്ണൂർ നഗരത്തിൽ നടത്തി എൻട്രി ഫീ ഉൾപ്പെടെ, പ്രവേശന ഫീ ഉൾപ്പെടെ വലിയ രീതിയിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും തന്നെ കൃത്യമായ കണക്കുകളില്ല എന്നതാണ് ഇപ്പോൾ പ്രാഥമിക പരിശോധനയിൽ മനസ്സിലായിട്ടുള്ളത്. ഇനി ആ കണക്കുകൾ മുഴുവൻ ഹാജരാക്കുന്നതിന് വേണ്ടിയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ കണക്കുകൾ കൂടി ഹാജരാക്കുമ്പോൾ മാത്രമേ എത്രമാത്രം വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാകൂ. ഏതായാലും പാർട്ടി പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല. ഈ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് കോടിയേരി ബാലകൃഷ്ണൻ്റെ പേരിൽ ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു സ്മാരക മന്ദിരം ഉണ്ടാകുന്നു എന്നതായിരുന്നു പ്രതീക്ഷ എല്ലാവരുടെയും. അതിനനുസരിച്ചുള്ള സഹകരണം ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും തന്നെ ഈ നഗരപരിധിയിൽ നിന്ന് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ 2 വർഷത്തിലധികമായിട്ടും കെട്ടിടം ഒരുങ്ങിയില്ല. പകരം ഒരു വീടും പറമ്പും വാങ്ങിവെച്ചത് അവിടെ ഉണ്ട് എന്ന് മാത്രമാണ്. അതാകട്ടെ ഇപ്പോൾ അതിൻ്റെ രേഖകൾ പണയം വെച്ച് രമേശൻ വായ്പ എടുത്തിട്ടുണ്ട് എന്നുകൂടി വ്യക്തമായിട്ടുണ്ട്.